2025 ജനുവരി മാസത്തിലെ കറണ്ട് അഫെയറുകളാണ് നമ്മൾ നോക്കുന്നത്. ജനുവരി 6 ഹോളണ്ടിൽ നടന്ന ഗ്രാനിഞ്ചൻ ചെസ് ഫെസ്റ്റിവലിൽ ഓപ്പൺ വിഭാഗം ചാമ്പ്യനായ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആര്? ആൻസർ SL നാരായണൻ. പ്രവാസി ഭാരതീയ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി? ആൻസർ രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ. HMPV രോഗം ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെ? ബാംഗ്ലൂരിൽ. നമോ ഭാരത് ട്രെയിൻ ഉദ്ഘാടനം ചെയ്തതാര്? നരേന്ദ്രമോദി. 15ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരങ്ങൾ. മികച്ച നടൻ ടൊവിനോ തോമസ്. മികച്ച നടി അഞ്ജന ജയപ്രകാശ്. മികച്ച സംവിധായകൻ അഖിൽ സത്യൻ. മികച്ച ചിത്രം 2018 എവരിവൺ ഈസ് എ ഹീറോ. 7 ISROയുടെ പുതിയ ചെയർമാൻ? ആൻസർ ഡോക്ടർ V നാരായണൻ. 2025 ജനുവരി 14 മുതൽ 2 വർഷത്തേക്കാണ് അദ്ദേഹത്തിനെ നിയമിച്ചിരിക്കുന്നത്. അദ്ദേഹം നാഗർകോവിൽ സ്വദേശിയാണ്. ISRO ചെയർമാനായ 11ാമത്തെ വ്യക്തിയും 6ാമത്തെ മലയാളിയുമാണ് അദ്ദേഹം. GSLV മാർക്ക് 3യുടെ C-25 ക്രയോജനിക് പ്രൊജക്ടിന്റെ പ്രൊജക്ട് ഡയറക്ടറാണ്. റോക്കറ്റ്, ബഹിരാകാശ പേടകം എന്നിവയുടെ പ്രൊപ്പൽഷൻ വിദഗ്ധനാണ് അദ്ദേഹം. 2025 ജനുവരിയിൽ 200ാം ജന്മവാർഷികവും വീരമൃത്യുവിന്റെ 151ാം വാർഷികവും ആചരിക്കുന്ന കേരളത്തിന്റെ നവോത്ഥാന നായകൻ ആര്? ആൻസർ ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 2025 ജനുവരിയിൽ രാജി പ്രഖ്യാപിച്ച കാനഡയുടെ പ്രധാനമന്ത്രി ആര്? ആൻസർ ജസ്റ്റിൻ ട്രൂഡോ. തരിശു നിലങ്ങളെ കാർഷികയോഗ്യമാക്കുവാനായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച് വിജയിച്ച പദ്ധതി ഏത്? ആൻസർ കതിരണി പദ്ധതി. ബ്രിസ്ബെയിൻ ഇന്റർനാഷണൽ ചെസ് ചാമ്പ്യനായ വ്യക്തി? ആര്യാന സബലെങ്ക. നിയമസഭാ പുരസ്കാരം ലഭിച്ചത്? ആൻസർ M മുകുന്ദൻ. രാജ്യത്ത് ഉൽപാദന വിതരണ കേന്ദ്ര സർക്കാർ നിരോധിച്ച കന്നുകാലികൾക്കുള്ള വേതന സംഹാരി? ആൻസർ നിമസുലൈഡ്. ജനുവരി 8 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കിരീട ജേതാക്കൾ? തൃശ്ശൂരാണ്. 1008 പോയിന്റാണ് നേടിയത്. 2ാം സ്ഥാനത്ത് പാലക്കാടാണ്. ഓസ്കാർ പുരസ്കാരത്തിനുള്ള പ്രഥമ പട്ടികയിൽ ഇടം പിടിച്ച മലയാള ചിത്രം ഏത്? ആടുജീവിതം. സംവിധാനം ചെയ്തത് ബ്ലെസ്സിയാണ്. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് ആര്? ബഹദൂർ സിംഗ് സാഗു. സീനിയർ വൈസ് പ്രസിഡന്റായത് അഞ്ജു ബോബി ജോർജ്. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം? ഇന്തോനേഷ്യ. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഫെബ്രുവരി 5. വോട്ടെണ്ണൽ നടക്കുക ഫെബ്രുവരി 8. കോൺഗ്രസിന്റെ പുതിയ ദേശീയ ആസ്ഥാന മന്ദിരം? കോട്ട്ല മാർക്ക് റോഡ് 9A ഇന്ദിരാ ഭവൻ. ഫെബ്രുവരി 9 പ്രവാസി ഭാരതീയ ദിനം. 2025 ജനുവരി 9 അന്തരിച്ച പ്രശസ്ത ഗായകൻ? P ജയചന്ദ്രൻ. അദ്ദേഹം 1944 മാർച്ച് 3 എറണാകുളത്താണ് ജനിക്കുന്നത്. 2025 ജനുവരി 9 അദ്ദേഹം അന്തരിച്ചു. രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും മകനായി ജനനം. മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. മികച്ച ഗായകനുള്ള കേരള ഗവൺമെന്റിന്റെ പുരസ്കാരം 5 തവണയും നേടിയിട്ടുണ്ട്. മികച്ച ഗായകനുള്ള തമിഴ്നാട് ഗവൺമെന്റിന്റെ പുരസ്കാരം 4 തവണയും നേടിയിട്ടുണ്ട്. തമിഴ്നാട് ഗവൺമെന്റ് കലൈ മാമണി പുരസ്കാരം കൊടുത്തിട്ടുണ്ട്. സ്വരലയ കൈരളി യേശുദാസ് അവാർഡ്, JC ഡാനിയൽ പുരസ്കാരം എന്നിവയും നേടിയിട്ടുണ്ട്. മലയാളം, കന്നഡ, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായി അനവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ? B അശോക്. 17ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത്? PN ഗോപികൃഷ്ണൻ. ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സ് ചാമ്പ്യന്മാരായത്? കേരളം. 2024 ഫ്രഞ്ച് ചാമ്പ്യൻസ് ട്രോഫി ഫുട്ബോൾ കിരീടം ജേതാവ്? PSG. 2025 പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷന്റെ വേദി? ഒഡീഷയിലെ ഭുവനേശ്വർ. ജനുവരി 10 ലോക ഹിന്ദി ദിനം. ഇന്ത്യൻ അത്ലറ്റിക്സ് കമ്മീഷന്റെ അധ്യക്ഷ? അഞ്ജു ബോബി ജോർജ്.
പൂർണ്ണമായും മരം കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമായ ലിഗ്നോസാറ്റ് വിക്ഷേപിച്ച രാജ്യം ഏത്? ജപ്പാൻ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഡീപ്പ് ഫേക്ക് വീഡിയോകളും ഓഡിയോകളും കണ്ടെത്തുന്ന ഡീപ്പ് ഫേക്ക് ഡിറ്റക്ടർ പുറത്തിറക്കിയ സൈബർ സെക്യൂരിറ്റി കമ്പനി ഏത്? ആൻസർ മക്കഫി. ലെബനാന്റെ പുതിയ പ്രസിഡന്റ് ജോസഫ് ഔൻ. പ്രഥമ ഖോ-ഖോ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലെ ഏക മലയാളി താരം നിഖിൽ. WCM പദവിയിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി ചെസ് താരം ദിവി ബിജേഷ്. ജനുവരി 11 മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ചരമദിനം. യൂറോപ്പിലെ കോപ്പർനിക്കസ് കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂട് കൂടിയ വർഷം 2024. റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രത്യേക അതിഥികളായി പങ്കെടുക്കുന്ന കേരളീയരുടെ എണ്ണമാണ് 22. ലോകത്തിലെ ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് സിംഗപ്പൂർ. 2025 ജനുവരിയിൽ അമേരിക്കയിൽ കാട്ടുതീ മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സംസ്ഥാനം കാലിഫോർണിയ. പ്രിയദർശിനി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് M. ലീലാവതി. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പുരസ്കാരം ലഭിച്ചത് ജഗതി ശ്രീകുമാറിന്. ജനുവരി 12 ദേശീയ യുവജന ദിനം. 2025 തീം യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഷേപ്പിംഗ് ദ നേഷൻ വിത്ത് റിസൈലൻസ് റെസ്പോൺസിബിലിറ്റി. 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡ്. ഭാഗ്യചിഹ്നം മൗളി. പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് ജഗതി ശ്രീകുമാർ. 2024 ജാവലിൻ ത്രോയിൽ ലോകത്തിലെ മികച്ച താരമായി അമേരിക്കൻ മാഗസിൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് തിരഞ്ഞെടുത്ത വ്യക്തി നീരജ് ചോപ്ര. സ്കൂൾ കുട്ടികളുടെ ഹാജരും പരീക്ഷാമാർക്കും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ രക്ഷിതാക്കളുടെ വിരൽത്തുമ്പിൽ എത്തിക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആപ്ലിക്കേഷൻ സമ്പൂർണ്ണ പ്ലസ്. 2025 ജനുവരിയിൽ കിഴക്കൻ ഇന്തോനേഷ്യയിൽ സ്ഫോടനമുണ്ടായ സജീവ അഗ്നിപർവ്വതം ഇബു. 13 2025 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ്. ഡെമോക്രൈസിസ് എന്ന പുസ്തകം രചിച്ചത് ജോസഫ് M. പുതുശ്ശേരി. മനോരഥം എന്ന കവിതാ സമാഹാരം രചിച്ചത് കലാമണ്ഡലം ഗോപി. സംസ്ഥാനത്തെ ശൈശവ വിവാഹങ്ങൾ തടയുവാനുള്ള പദ്ധതി പൊൻവാക്ക്. 1,60,000 വർഷങ്ങൾ എടുത്തുകൊണ്ട് സൂര്യനെ ചുറ്റുന്ന വാൽ നക്ഷത്രം കോമറ്റ് G3. സ്പേഡെക്സ് ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തെത്തിയ ഇരട്ട ഉപഗ്രഹങ്ങൾ ടാർഗറ്റ്, ചേസർ എന്നിവ. 2024 ഡിസംബർ 30 സ്പേഡെക്സിന്റെ വിക്ഷേപണം. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമുള്ള ISROയുടെ 99ാമത്തെയും 2024 അവസാനത്തെയും വിക്ഷേപണമായിരുന്നു സ്പേഡെക്സ് അഥവാ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ്. PSLV C-60 സ്പേഡെക്സ് വിക്ഷേപിച്ചത്. ഈ പ്രോജക്റ്റ് വഴി 2 പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ കൂട്ടിയോജിപ്പിക്കുന്നു. ബഹിരാകാശ ഡോക്കിംഗ് ടെക്നോളജിയുള്ള 4ാമത്തെ രാജ്യമായി ഇതിലൂടെ ഇന്ത്യ മാറും. 1ാമത്തെ സ്ഥാനം റഷ്യയ്ക്കും 2ാം സ്ഥാനം ചൈനയ്ക്കും 3ാം സ്ഥാനം US-നുമാണുള്ളത്. 2025 സ്വന്തമായിട്ടുള്ള ഒരു സ്പേസ് സ്റ്റേഷന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ചുവടുവെപ്പെന്നും ഇതിനെ പറയാം. 2025 റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റാണ് പ്രോബോവോ സുബിയന്തോ. ജനുവരി 14 US-ന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡന്റിന്റെ വിശിഷ്ട ഫ്രീഡം മെഡൽ ലഭിച്ച മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ. ദി ഒഡീസി ഓഫ് ആൻ ഇന്ത്യൻ ജേർണലിസ്റ്റ് എന്ന പുസ്തകം രചിച്ച വ്യക്തി NVR സ്വാമി. BCCIയുടെ സെക്രട്ടറി ദേവജിത്ത് സൈക്കിയ. 2024 ഡിസംബറിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് കണ്ണൂരിൽ. 2025 ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവലിന് വേദി അഹമ്മദാബാദ്. രാജ്യത്തിലെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം താളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ്. 14 അടി ഉയരമുള്ള ഈ ശില്പം
ഉണ്ണി കാനായിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 4000 കിലോ വെങ്കലം ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ജനുവരി 15 ദേശീയ കരസേനാ ദിനം, വിക്കിപീഡിയ ദിനം. സുഗത നവമി പുരസ്കാരം ലഭിച്ചത് ശ്രീമൻ നാരായണന്. ലെബനന്റെ പുതിയ പ്രധാനമന്ത്രി നവാഫ് സലാം. 2025 ജനുവരിയിൽ ചൂതാട്ടവും കാസിനോകളും നിയമവിധേയമാക്കുവാനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകിയ രാജ്യം തായ്ലൻഡ്. സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ചാമ്പ്യനായത് ബാഴ്സലോണ. ക്രൊയേഷ്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സോറൻ മിലനോവിച്ച്. മുൻഷി അവാർഡിന് അർഹനായത് ഡോക്ടർ എൻ രാധാകൃഷ്ണൻ.